ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക് ഹൗസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് മാംഗോ ഐസ്ക്രീം എങ്ങനെ വീട്ടിൽ റെഡിയാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിൽ കുറച്ച് ഐസ് വാട്ടറും കൂടി ഉള്ളൊരു ബൗളാണ് കേട്ടോ ഇത്. ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ബൗളും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ബൗളും ഞാൻ അരമണിക്കൂർ ഫ്രീസ് ചെയ്തിട്ടുള്ളൊരു ബൗളാണ്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ബീറ്ററിൻ്റെ 2 ബ്ലേഡും അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ തണുപ്പിച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് ക്രീം ബീറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം പതിയെ സ്പീഡ് കൂട്ടി ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഹൈ സ്പീഡിലേക്ക് ആക്കിയിട്ട് പിന്നെ ലോ സ്പീഡിലേക്ക് ആക്കാതിരിക്കുക. ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ആ ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വിപ്പിംഗ് ക്രീം കേക്കിലേക്ക് നമ്മൾ യൂസ് ചെയ്യുമല്ലോ, ആ ഒരു സ്റ്റിഫ്നെസ് ഇതിന് വേണ്ടിട്ടോ. ഈ ഒരു സ്റ്റിഫ്നെസ് മതി. അപ്പോൾ നമ്മളുടെ വിപ്പിംഗ് ക്രീം ഇവിടെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്കൊന്ന് വയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ഇനി ഞാനൊരു മിക്സിയുടെ ജ്യൂസർ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് മാംഗോ പൾപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൾപ്പ് ഞാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങിയതാണ് കേട്ടോ. നിങ്ങൾക്ക് പഴുത്ത മാംഗോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ജ്യൂസ് ആക്കിയിട്ട് ആ പൾപ്പ് വേണമെങ്കിൽ ഇതിലേക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പാലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരത്തിന് അനുസരിച്ച് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 3/4 ടേബിൾ സ്പൂൺ മാംഗോ എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എസൻസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു കളറൊക്കെ കിട്ടാനായിട്ട് ഞാൻ യെല്ലോ ഫുഡ് കളർ കൂടെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീട്ടിലൊക്കെ ഐസ്ക്രീം റെഡിയാക്കുമ്പോൾ നമ്മൾ കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിതിപ്പോൾ വീഡിയോ ഒക്കെ ആയതുകൊണ്ടാണ് ഈ ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൾപ്പ് നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൾപ്പ് ഞാൻ 3 തവണയായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാണ്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇതിലേക്ക് മധുരം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള മധുരം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ വിപ്പിംഗ് ക്രീം മധുരമുള്ളത് കൊണ്ടാണ് കുറച്ച് മധുരം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഷുഗർ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാൻ 2 കണ്ടെയ്നറിലാക്കിയിട്ടാണ് ഇത് സെറ്റ് ആവാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഞാനൊരു കണ്ടെയ്നറിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുന്നത് ഐസ് ക്രിസ്റ്റൽസ് ഒക്കെ ഐസ്ക്രീമിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ 2 കണ്ടെയ്നറിലും നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് 8 മണിക്കൂറോ അല്ലെങ്കിൽ ഓവർനൈറ്റ് എങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കണം. എന്നാലും മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഐസ്ക്രീം സെറ്റ് ആവാനായിട്ട് ഓവർനൈറ്റാണ് വയ്ക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഐസ്ക്രീം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലായിട്ട് ടൂട്ടി ഫ്രൂട്ടി ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ടേസ്റ്റുള്ളൊരു ഐസ്ക്രീമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ.